iQ Neo 6 5G. നമുക്ക് ഈ ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. സോ വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. സ്മാർട്ട് ഫോൺ കമ്പനിയായ വിവോൻ്റെ കീഴിലുള്ള iQ എന്ന ബ്രാൻഡിലെ നിയോ 6 എന്ന സ്മാർട്ട് ഫോണാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. 2022 പുറത്തിറക്കിയ ഈ ഫോണിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ LTPO ഡിസ്പ്ലേ അല്ലെങ്കിലും 120 Hz റിഫ്രഷ് റേറ്റുള്ള എന്നാൽ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ 60 Hz ആയിട്ട് കുറയുന്ന ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. 1300 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സും HDR10+ൻ്റെ സപ്പോർട്ട് വരുന്ന 6.62 ഇഞ്ചസിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. ഡിസ്പ്ലേക്ക് വേറെ ഗോറില്ല പ്രൊട്ടക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ആൻഡ്രോയിഡ് 12 ഔട്ട് ഓഫ് ദി ബോക്സ് വന്നിരുന്ന ഈ ഫോണിൻ്റെ ഇപ്പോൾ ആൻഡ്രോയിഡ് 14 അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ iQൻ്റെ ഫൺ ടച്ച് OS ആണ് ഇതിൻ്റെ UAI വരുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 7 നാനോമീറ്റർ 870 5G ചിപ്സെറ്റ് അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. അതിനോടൊപ്പം അഡ്രീനോ 650യുടെ GPUയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. LPDDR5 റാമിലും UFS 3.1 മെമ്മറിയിലും വരുന്ന ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് 8GB റാം മോഡലിന് 128GB മെമ്മറിയും 12GB റാം മോഡലിന് 256GB മെമ്മറിയുമാണ്. 4700 mAh ലിഥിയം പോളിമർ ബാറ്ററിക്ക് 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ, ബ്ലൂടൂത്ത് 5.2, ഇൻഫ്രാറെഡ് പോർട്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് ഹൈ റെസൊല്യൂഷൻ ഓഡിയോ എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. 6 ലക്ഷത്തിന് മുകളിലാണ് ഇതിൻ്റെ AnTuTu സ്കോർ വരുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ മെയിൻ ക്യാമറയായി കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 64 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസുമാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയ്ക്ക് PDAFും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കൊടുത്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് 60 FPS വരെയുള്ള 4K വീഡിയോസും അൾട്രാ വൈഡ് ലെൻസ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഫുൾ HD വീഡിയോസും റെക്കോർഡ് ചെയ്യാവുന്നതാണ്. 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന് HDR സപ്പോർട്ടീവാണ്. ഫുൾ HD 30 FPS വരെയുള്ള വീഡിയോസും ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഡാർക്ക് നോവ, സൈബർ റേജ് എന്നിങ്ങനെയുള്ള 2 കളർ ഓപ്ഷനിലാണ് ഇത് വന്നിരുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പൊസിഷൻ ഏറ്റവും അടിയിലായതുകൊണ്ട് യൂസ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തേക്കാം. ധാരാളം ബ്ലോട്ട്വെയർസ് ഉള്ള ഫൺ ടച്ച് OS ആണ് ഇതിൻ്റെ UAI വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് വേണം ഇത് നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാൻ. എന്നാലും ഓവറോൾ യൂസിനുള്ള ആനിമേഷൻസൊക്കെ നന്നായിട്ടുണ്ട്. വലിയ ലാഗൊന്നുമില്ലാതെ സ്മൂത്തായിട്ടുള്ള ആനിമേഷൻസാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. 8GB റാമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ യാതൊരുവിധ ലാഗും നമുക്ക് ഫീൽ ചെയ്യുന്നേയില്ല. ഒരുപാട് ആപ്പുകൾ ഓൺ ചെയ്ത് ക്ലോസ് ചെയ്ത് നോക്കിയാലും നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സിം ട്രേ നോക്കുകയാണെങ്കിൽ ഡ്യുവൽ സിം ഇടാനുള്ള സെറ്റപ്പാണ് ഇതിനകത്ത് കാണുന്നത്. 2 നാനോ സിമ്മുകൾ ഇതിനകത്ത് യൂസ് ചെയ്യാം. ഗൂഗിളിൻ്റെ AI, ജെമിനി AI ഒക്കെ ഇതിനകത്ത് സപ്പോർട്ടീവാണ്. ഇൻഫ്രാറെഡ് പോർട്ട് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ ഹോം അപ്ലയൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ആപ്പും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെറ്റിങ്സിൽ അൾട്രാ ഗെയിം മോഡ് എന്നൊരു മോഡ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് നമ്മുടെ ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ക്യാമറ ഇൻ്റർഫേസ് ഒന്ന് നോക്കാം. ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ വിവിധ തരത്തിലുള്ള മോഡുകൾ കാണാം. നൈറ്റ്, പോർട്രേറ്റ് മുതലായ മോഡുകളാണ് ഇതിനകത്ത് അവൈലബിൾ ആണ്. 0.6 സൂമുള്ള അൾട്രാ വൈഡ് ലെൻസും 10x വരെ ഡിജിറ്റൽ സൂമുള്ള മെയിൻ ക്യാമറയുമാണ് ഇതിനകത്ത് വരുന്നത്. മെയിൻ ക്യാമറയിലെ മൂന്നാമത്തെ ക്യാമറ മാക്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ക്യാമറയാണ്. ഇതുകൂടാതെ മറ്റ് പല ക്യാമറ മോഡ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ നമുക്ക് ഈ ക്യാമറയിലെടുത്ത കുറച്ച് സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഇത് തരുന്നത്.
വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിച്ചിട്ട് 4K വീഡിയോസും അൾട്രാ വൈഡ് ലെൻസ് ഉപയോഗിച്ചിട്ട് ഫുൾ HD വീഡിയോസും ഇതുപോലെ റെക്കോർഡ് ചെയ്യാം. 4K റെസൊല്യൂഷനുള്ള 60 FPS എടുത്തിരിക്കുന്ന മെയിൻ ക്യാമറ എടുത്തിരിക്കുന്ന വീഡിയോ ആണ് ഇത്. അൾട്രാ വൈഡ് ലെൻസിൽ ഫുൾ HD 30 FPS എടുത്തിരിക്കുന്ന വീഡിയോ സാമ്പിളാണ് ഇത് കാണുന്നത്. ഫുൾ HD റെസൊല്യൂഷനിൽ 30 FPS എടുത്തിരിക്കുന്ന ഫ്രണ്ട് ക്യാമറ വീഡിയോ ആണ് ഈ കാണുന്നത്. 4K വീഡിയോ പ്ലേബാക്കും ഹൈ റെസൊല്യൂഷൻ സ്റ്റീരിയോ സ്പീക്കേഴ്സും വളരെ നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് തരുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൾട്രാ ഗെയിം മോഡ് എന്നൊരു മോഡ് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് ഗെയിമിംഗ് പെർഫോമൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 4D ഹാപ്റ്റിക്സ് എന്ന നമുക്ക് ഗെയിം കളിക്കുമ്പോഴുള്ള ഹാപ്റ്റിക്സിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മോഡൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് വീഡിയോ കാണിക്കാത്തത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. യാതൊരുവിധ ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ലാതെ തന്നെ നമുക്ക് ഇത് സുഖമായിട്ട് ഗെയിം കളിക്കാവുന്നതാണ്. സോ ഓവറോൾ നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് തന്നെ ഇത് തരുന്നുണ്ട്. ഓവറോൾ നല്ലൊരു പെർഫോമൻസ് തരുന്ന ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസുള്ള ഒരു മിഡ് റേഞ്ച് ഫോണാണ് iQ Neo 6. ഇതുപോലുള്ള സ്മാർട്ട് ഫോൺസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. താങ്ക്